ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വിൽപ്പന ഉയർത്താൻ ഏപ്രിലിൽ ഹോണ്ട ഇന്ത്യയിൽ കാറുകൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രഖ്യാപിച്ചു. വാഹനപ്രേമികൾക്ക് വലിയ അവസരമൊരുക്കി ചില മോഡലുകൾക്ക് 1.25 ലക്ഷം രൂപ വരെയാണ് ഓഫർ. ടൊയോട്ടയും മാരുതിയും പോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഏറെ ഇഷ്ടമുള്ള കരുതലുമുള്ള മറ്റൊരു വാഹന നിർമ്മാതാക്കളാണ് ഹോണ്ട. ബ്രാൻഡിന്റെ റിലയബിലിറ്റിയും ഒന്നാന്തര മോഡലുകളും കെട്ടിപ്പടുത്തുയർത്തിയ ഇമേജ് ഇതുവരെ വീണുടഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ. വിൽപ്പന കണക്കുകളിലെ നഷ്ടം നികത്തുവാനായി കമ്പനി എല്ലാ മാസവും ഡിസ്കൗണ്ടുകളും ഓഫറുകളും വാഗ്ദാനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 2026 ഏപ്രിൽ മാസത്തിലും മോഡൽ നിരയിൽ ഗംഭീര ആനുകൂല്യങ്ങൾ അവതരിപ്പിച്ച് മുമ്പോട്ടെത്തിയിരിക്കുകയാണ് ഹോണ്ട. വരുന്ന 30 ദിവസത്തേക്കായി ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ 1.80 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ടാണ് കാറുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കോമ്പാക്ട് സെഡാന്റെ പഴയ മോഡലുകൾക്ക് 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും 10,000 രൂപ എക്സ്ചേഞ്ച് ഓഫറും ലഭിക്കുമ്പോൾ പുതിയ അമേസിന്റെ ZX വേരിയന്റിന് 15,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും 15,000 രൂപ എക്സ്ചേഞ്ച് ആനുകൂല്യവുമാണ് ഹോണ്ട ഏപ്രിൽ മാസത്തേക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ഹോണ്ട സിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ പെട്രോൾ എഞ്ചിൻ മാത്രം ലഭിക്കുന്ന മിഡ് സൈസ് സെഡാന് 40,000 രൂപ ക്യാഷ് ബെനിഫിറ്റാണ് ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നത്. VX വകഭേദങ്ങൾക്ക് 20,000 രൂപയും ZX വേരിയന്റിന് 60,000 രൂപയുമാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഹോണ്ട സിറ്റി ഹൈബ്രിഡ് പതിപ്പിന് 1.80 ലക്ഷം രൂപയുടെ ഓഫറാണ് ബ്രാൻഡ് ഏപ്രിൽ മാസത്തേക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. മിഡ് സൈസ് SUVയുടെ ഉയർന്ന വകഭേദങ്ങളിൽ 50,000 രൂപ വരെ ക്യാഷ് ആനുകൂല്യങ്ങളും വേരിയന്റിനെ ആശ്രയിച്ച് 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും. മറ്റു മോഡലുകളെപ്പോലെ കോർപ്പറേറ്റ് സ്കീമുകൾ, ലോയൽറ്റി ആനുകൂല്യങ്ങൾ, 7 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി എന്നിവയും ഹോണ്ട എലിവേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില വകഭേദങ്ങൾക്ക് വ്യത്യസ്ത ആനുകൂല്യം ലഭിച്ചേക്കാമെന്നതും അധിക ബോണസായി കരുതിയാൽ മതിയാവും. പോയ മാസത്തെ ഓഫറുകളുടെ പിൻബലത്തിൽ മാർച്ചിൽ ഹോണ്ട കാർസ് ഇന്ത്യ ഏകദേശം 10,036 കാറുകളാണ് വിറ്റഴിച്ചത്. ഇതിൽ ആഭ്യന്തര വിൽപ്പന 7,585 യൂണിറ്റുകളും കയറ്റുമതി 2,451 യൂണിറ്റുകളുമാണ്. അങ്ങനെ വാർഷിക വിൽപ്പനയിൽ 5% വളർച്ച കൈവരിക്കാനും ബ്രാൻഡിനായി എന്നത് വലിയ ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് AI+ പുതിയ നോവ 2 സീരീസ് അവതരിപ്പിച്ചു. കുറഞ്ഞ വിലയിൽ മികച്ച വേഗതയും കരുത്തുറ്റ ബാറ്ററി ലൈഫും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഫോൺ പ്രധാനമായും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോവ 2 അൾട്ര എന്നീ മോഡലുകൾ ബജറ്റ് സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ ചലനമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് അൾട്ര മോഡലാണ്. ചാർജ് പെട്ടെന്ന് തീരുമെന്ന ഉപഭോക്താക്കളുടെ പരാതിക്ക് ഈ ഫോൺ പരിഹാരമാകും. 6000 mAh ബാറ്ററിയുമായി എത്തുന്ന നോവ 2 അൾട്ര ദിവസങ്ങളോളം ബാക്കപ്പ് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബജറ്റ് ഫ്രണ്ട്ലി വിലയിൽ ഒരു പ്രീമിയം അനുഭവം തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഗെയിമിംഗിന് ഏറെ അനുയോജ്യമായ 120 Hz റിഫ്രഷ് റേറ്റാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. 6000 mAh ബാറ്ററിയും കൂടി ചേരുമ്പോൾ സ്പീഡും ചാർജും ഒരുപോലെ ലഭിക്കുന്നു. വേഗതയുള്ള സ്ക്രീൻ വേണോ അതോ കൂടുതൽ ചാർജ് വേണോ എന്ന ആശയക്കുഴപ്പം ഇനി വേണ്ട. ബജറ്റ് സെഗ്മെന്റിൽ ഇതൊരു കരുത്തുറ്റ മോഡലായിരിക്കും. റിയൽമി ഇന്ത്യയുടെ മുൻ മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ പുതിയ ബ്രാൻഡ് വിപണിയിലെത്തുന്നത്. ബജറ്റ് ഫോണുകളുടെ വിപണിയിലുള്ള അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് ഈ പുതിയ ഗാഡ്ജറ്റുകളിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ വിപണിയിലെത്തുന്ന ബജറ്റ് സ്മാർട്ട് ഫോണുകൾക്ക് ഈ ലോഞ്ച് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. 8,999 രൂപ മുതൽ 10,999 രൂപ വരെയാണ് വില. ആകർഷകമായ നിറങ്ങളിലെത്തുന്ന ഈ ഫോൺ യുവാക്കളെ ആകർഷിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.